ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നലെ നമ്മളുടെ ലാസ്റ്റ് മോഡ്യൂൾ, അതായത് പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു മോഡ്യൂളിൻ്റെ പേര്? ഇൻഡെക്സ് നമ്പേഴ്സ് അല്ലേ. നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞു. അതേമാതിരി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, യൂസസ്, ലിമിറ്റേഷൻസ്, ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ? ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ്. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? രണ്ടോ അതിൽ കൂടുതലോ റിലേറ്റഡ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു. അതിന് പുറമെ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. അത് എപ്പോഴും പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻഡെക്സ് നമ്പറിൽ, അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യതിയാനങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നത് 2 പീരിയഡ് ബേസ് ചെയ്തുകൊണ്ടാണ്. മനസ്സിലാക്കുക, അതാണ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 പീരിയഡ് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പറിൽ 2 പീരിയഡ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പീരിയഡിന്, ഫസ്റ്റ് പീരിയഡിനെ നമ്മൾ ബേസ് ഇയർ എന്നും സെക്കൻഡ് പീരിയഡിനെ നമ്മൾ കറണ്ട് ഇയർ എന്നുമാണ് പറയുക. ഇപ്പോൾ 2015 2020 2 വർഷം തന്നിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ബേസ് ഇയർ? 2015 പിന്നെ 2020 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഇയർ ആണ് അല്ലേ. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എപ്പോഴും ഒരു പീരിയഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക. റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 പീരിയഡ് അല്ലെങ്കിൽ 2 പ്ലേസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ വേണം. അപ്പോൾ 2 പീരിയഡ്സ് ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 പീരിയഡ്സിലുള്ള ഡാറ്റാസാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 പീരിയഡ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഒരു പീരിയഡിന് നമ്മൾ പ്രീവിയസ് ഇയർ എന്നും രണ്ടാമത്തെ ഇയറിനെ നമ്മൾ കറണ്ട് ഇയർ എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ ഏതൊക്കെ വർഷമാണോ തന്നിട്ടുള്ളത്, ഇപ്പോൾ 2010 ഉണ്ട്, 2015 ഉണ്ടെങ്കിൽ 2010 നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയും. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ ഏതെടുക്കുക? 2015. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. യൂസസ് പറഞ്ഞു, ലിമിറ്റേഷൻസ് പറഞ്ഞു. അതൊക്കെ തിയറീസാണ്, പ്യുവർ തിയറീസാണ്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഇൻഡെക്സ് നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ഫോർമുലാസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറയാം മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ്. അതായത് പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡെക്സ് നമ്പർ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, പ്രൈസ് ഇൻഡെക്സ് എന്ന് എടുത്ത് പറയാൻ കാരണം കൺസ്യൂമർ ഇൻഡെക്സ് വേറെ ഉണ്ട്, അത് നമ്മൾ ഇതിന് ശേഷം പഠിക്കും. അപ്പോൾ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ മനസ്സിലാക്കുക, ദർ ആർ 4 മെത്തേഡ്സ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ്. പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 4 മെത്തേഡാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡിന് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്നും, രണ്ടാമത്തതിന് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് എന്നും, മൂന്നാമത്തെ മെത്തേഡിന് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്നും, നാലാമത്തേതിന് വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ് എന്നും പറയുന്നു. So there are 4 methods for constructing price index numbers. They are simple aggregative method, രണ്ടാമത്തത് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ്, മൂന്നാമത്തത് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, നാലാമത്തത് വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തെ 2 സിമ്പിൾ മെത്തേഡാണ്, മൂന്നാം 4 വെയ്റ്റഡ് മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 മെത്തേഡിനെ അൺവെയ്റ്റഡ് മെത്തേഡ് എന്നും പറയാറുണ്ട്. വെയിറ്റ് ഇല്ലാത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ 2 മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ്, മൂന്നാമത്തെ 4ാമത്തെ ലാസ്റ്റ് 2 മെത്തേഡ് വെയ്റ്റഡ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 മെത്തേഡിനെ അൺവെയ്റ്റഡ് മെത്തേഡ് എന്നും കൂടിയും പറയാറുണ്ട്. അത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. അപ്പോൾ എത്ര മെത്തേഡ് ഉണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ? പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 4 മെത്തേഡാണ്. ഒന്ന് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, രണ്ടാമത്തത് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ്, മൂന്നാമത്തത് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, നാലാമത്തത് വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ 2 മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സും. ഈ 2 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രൈസ് ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. എങ്ങനെയാണ് ഈ മെത്തേഡിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കൂ. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 4 മെത്തേഡിൽ ഈ ഫസ്റ്റ് മെത്തേഡാണ്
സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡാണ് ഏറ്റവും ലളിതമായതും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഇൻഡെക്സ് നമ്പറാണ് ഈ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് പ്രകാരം എങ്ങനെ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും? വെൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് എ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ടോട്ടൽ ഓഫ് കറണ്ട് ഇയർ പ്രൈസസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ് ഈസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ഓഫ് ബേസ് ഇയർ പ്രൈസസ് ആൻഡ് ദ ക്വോഷ്യന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് the total of current year prices of various commodities വിവിധ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനെ എന്ത് പ്രൈസ് കറണ്ട് ഇയർ പ്രൈസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ബേസ് ഇയർ പ്രൈസ് കൊണ്ട്. ആ കമ്മോഡിറ്റീസിൻ്റെ ബേസ് ഇയർ പ്രൈസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ആ ആൻസർ ആ ക്വോഷ്യൻ്റ് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും അല്ലേ? പിന്നെ ആ കമ്മോഡിറ്റീസിൻ്റെ വിവിധ വിലകൾ തരും. നമ്മൾ പറഞ്ഞു 2 പീരിയഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 പീരിയഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് ബേസ് ഇയർ ഉണ്ടാവും, രണ്ടാമത് കറണ്ട് ഇയർ ആണ്. അപ്പോൾ ബേസ് ഇയറിലത്തെ പ്രൈസും നമുക്ക് തരും, കറണ്ട് ഇയറിലത്തെ പ്രൈസും നമുക്ക് തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസ് ഇയർ പ്രൈസിൻ്റെ ടോട്ടലിനെ കറണ്ട് ഇയർ പ്രൈസിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ആൻസർ അത് ക്വോഷ്യൻ്റ് എന്നാണ് അതിന് പറയുക. അത് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് നമ്പർ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. പെർസെൻറ്റേജ് പറഞ്ഞാൽ 100 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ സിംബോളിക്കലി ഇതിനൊരു ഫോർമുല പറയുന്നുണ്ട്. ഫോർമുല ഞാൻ പറയാം. P01 പ്രത്യേകിച്ച് മനസ്സിലാക്കുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. പ്രൈസ് ഇൻഡെക്സ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. P01 0 എന്ന് പറയുന്നത് ബേസ് ഇയറിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനാണ്. 1 എന്ന് പറയുന്നത് കറണ്ട് ഇയറിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ P01 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഇൻഡെക്സ് ഓഫ് കറണ്ട് ഇയർ വിത്ത് ബേസ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രൈസ് ഇൻഡെക്സ് എന്നാണ് P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇയർ ആണ് ഉദ്ദേശിക്കുന്നത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ബേസ് ഇയർ ആണ് ഉദ്ദേശിക്കുന്നത്. 1 എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് കറണ്ട് ഇയർ ഇൻഫർമേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ P01 അങ്ങനെ തന്നെ എഴുതണം. P01 ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സിഗ്മ P1 എന്ന് പറഞ്ഞാൽ എന്താണ്? P1 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? പ്രൈസ് ഓഫ് ബേസ് ഇയർ. അതാണ് P1. P എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ ചുരുക്കാണ് P. അപ്പോൾ പ്രൈസ് ഓഫ് 1 എന്താ? നമ്മൾ പറഞ്ഞ കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൈസ് ഓഫ് കറണ്ട് ഇയർ അതിൻ്റെ ടോട്ടലാണ്, സമ്മേഷനാണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ P1 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് കറണ്ട് ഇയർ പ്രൈസസ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ സിഗ്മ P0. P0 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് 0 എന്താ? ബേസ് ഇയർ ആണ്. ബേസ് ഇയർ പ്രൈസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? അതിൻ്റെ സമ്മേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നു. ആ കിട്ടുന്ന ക്വോഷ്യൻ്റ് നമ്മൾ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഫോർമുല സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ബൈ ഹാർട്ട് ചെയ്യുക. P01 ഈസ് ഈക്വൽ ടു അതാണ് പ്രൈസ് ഇൻഡെക്സ് ഓഫ് ബേസ് ഇയർ വിത്ത് കറണ്ട് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ P01 അങ്ങനെ തന്നെ എഴുതണം. P01 ഈസ് ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. സിഗ്മ P1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് ഇയർ പ്രൈസസ്, സിഗ്മ P0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ബേസ് ഇയർ പ്രൈസസ്. ഓക്കെ. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. From the following data, construct index number for 1990 taking 1989 as base. 2 വർഷം പറയുന്നുണ്ട്. ഇൻഡെക്സ് നമ്പർ ഏത് വർഷത്തേക്കാണ് ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കേണ്ടത്? 1990ലേക്ക് ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കണം. അതിന് നമ്മൾ എടുക്കേണ്ട ബേസ് ഇയർ ഏതാണ്? 1989. അപ്പോൾ 2 പീരിയഡ് തരുമെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ 1989 ബേസ് ഇയർ ആണ്. 1990 എന്തായിരിക്കും? കറണ്ട് ഇയർ ആയിരിക്കും. നമുക്ക് 3 ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. കമ്മോഡിറ്റീസ് തന്നിട്ടുണ്ട്, പ്രൈസ് ഇൻ 1989 തന്നിട്ടുണ്ട്, പ്രൈസ് ഇൻ 1990 തന്നിട്ടുണ്ട്. കമ്മോഡിറ്റീസ് എ പ്രൈസ് ഇൻ 1989 50, പ്രൈസ് ഇൻ 1990 70, ബിൻ്റെ 40 60, സിൻ്റെ 80 90, ഡിൻ്റെ 110 120. അതേമാതിരി ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട്, ഇ 20 20. ഓക്കെ. ഇതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ഇൻ 1989 എന്താണ് നമ്മൾ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക? പ്രൈസ് ഇൻ 1989 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ ആണ്. 89 ബേസ് ഇയർ ആണ്, 1990 കറണ്ട് ഇയർ ആണ്. ബേസ് ഇയറിന് നമ്മൾ എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാവുന്നത്? 0 ആയിട്ടാണ്. പ്രൈസ് ആകുമ്പോൾ പി എന്നാണ് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ P0 അതിൻ്റെ ബ്രാക്കറ്റിൽ P0 എന്ന് എഴുതുക. പ്രൈസ് ഇൻ 1989 ബ്രാക്കറ്റിൽ P0. ദെൻ 1990 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ആണ്. അപ്പോൾ കറണ്ട് ഇയർ നമ്മൾ 1 എന്നാണ് എഴുതാമെന്ന് പറഞ്ഞു. പ്രൈസ് നമ്മൾ എന്തായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക? P ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ പ്രൈസ് ഇൻ 1990 ബ്രാക്കറ്റിൽ P1 എന്ന് എഴുതാം. എന്താണ് നമ്മളെ ഫോർമുല എന്താണ്? സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇൻഡെക്സ് P01 ഫോർമുല എഴുതുക. P01 ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. ദെൻ സിഗ്മ P1 കണ്ടുപിടിക്കുക. P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസ് ആണ്. അത് 1990 പ്രൈസ് മുഴുവൻ കൂട്ടുക. 70, 60, 90, 120, 20. അപ്പം ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ P1 360 കിട്ടും. ഡിവൈഡഡ് ബൈ സിഗ്മ P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ പ്രൈസ് ആണ്. 50, 40, 80, 110, 20 അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 300 കിട്ടും. അപ്പോൾ P0 എന്ന് പറയുന്നത് 300. അപ്പോൾ സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100 ഈസിക്കൽ ടു 360 ബൈ 300 എന്ന് പറഞ്ഞാൽ 1.2 ഇൻറ്റു 100 ഈസിക്കൽ ടു 120 എന്ന് കിട്ടും. 120 എന്നേ നമ്മൾ എഴുതുള്ളൂ, പക്ഷെ പറയുമ്പോൾ 120% എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബേസ് ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ 1989 ആണ് നമ്മൾ ബേസ് ഇയർ. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ എത്ര ശതമാനം വർധനവ് വന്നിട്ടുണ്ട്? 20% നമ്മൾ വർധനവ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അസംഷൻ. അതായത് ബേസ് ഇയർ എപ്പോഴും നമ്മൾ 100 എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 120 കിട്ടി. അപ്പോൾ 100 മൈനസ് 120 20 അപ്പോൾ 20% വർധനവ് വന്നിട്ടുണ്ട്. എന്തിൽ? കമ്മോഡിറ്റി എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും ഇൻ്റെയും ആ വിവിധ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ 1989 കമ്പയർ ചെയ്യുമ്പോൾ 1990 20% വർധനവ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആൻസർ 120 ആണ്. 120% എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഒരിക്കലും നമ്മൾ പറഞ്ഞു സിമ്പിൾ ഇടാൻ പാടില്ല. ഇൻഡെക്സ് നമ്പർ എപ്പോൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് പെർസെൻറ്റേജിലാണ്, പറയേണ്ടത് പെർസെൻറ്റേജിലാണ്. പക്ഷേ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? പെർസെൻറ്റേജ് സിമ്പിൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 20% വർധനവ് എങ്ങനെ കിട്ടി? നമ്മളോട് ബേസ് ഇയർ എന്ന് പറയുന്നത് 100 നമ്മൾ എടുക്കുക. ഇപ്പോൾ എത്ര ആൻസർ കിട്ടി? 120 കിട്ടിയത്. അപ്പോൾ 120 100 തമ്മിലുള്ള വ്യത്യാസം 20. അപ്പോൾ 20% കറണ്ട് ഇയറിൽ വർധനവ്. എന്തിൽ? പ്രൈസിൽ, വിവിധ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ 1989 നമ്മൾ ബേസാക്കി എടുത്ത് നമ്മൾ നോക്കുമ്പോൾ 1989 1990 നമുക്ക് തന്ന കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ എത്ര ശതമാനം വർധനവ് വന്നിട്ടുണ്ട്? 20% വർധനവ് വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ സ്റ്റുഡൻറ്റ്, മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. ഫോർ ദി ഡാറ്റ ഗിവൺ ബിലോ കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. ഫ്രം ദി ഡാറ്റ ഗിവൺ ബിലോ കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. ഒക്കെ 3 കോളം തന്നിട്ടുണ്ട്. കമ്മോഡിറ്റീസ് തന്നിട്ടുണ്ട്. പ്രൈസ് ഇൻ 1960 തന്നിട്ടുണ്ട്. പ്രൈസ് ഇൻ 1965 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ P0 ഏതാണ്? P1 ഏതാണ്? ഇവിടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 1960 ആണ്. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ 1965 ആണ്. അപ്പോൾ പ്രൈസ് ഇൻ 1960 ബ്രാക്കറ്റിൽ P0 എന്ന് എഴുതുക. എന്നാൽ പ്രൈസ് ഇൻ 1965 ബ്രാക്കറ്റിൽ P1 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ P0 അത് പ്രൈസ് ഇൻ 1960 ആഡ് ചെയ്യാം. 5, 8, 12, 25, 3 അപ്പോൾ 53 കിട്ടും. സിഗ്മ P0 53 കിട്ടും. അതേമാതിരി പ്രൈസ് ഇൻ 1965 അതായത് P1 7, 9, 15, 24, 4 അത് ആഡ് ചെയ്യുക. അപ്പോൾ 59 കിട്ടും. അപ്പോൾ സിഗ്മ P1 59 കിട്ടി. ദെൻ ഫോർമുല അപ്ലൈ ചെയ്യുക. P01 സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. സിഗ്മ P1 ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് 59 ഡിവൈഡഡ് ബൈ സിഗ്മ P0 നമ്മൾ കൂട്ടി എഴുതിയിട്ടുണ്ട് 53. അപ്പോൾ 59 ഡിവൈഡഡ് ബൈ 53 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? 59 ഡിവൈഡഡ് ബൈ 53 എന്ന് പറഞ്ഞാൽ 1.113 ആണ്. ഇൻറ്റു 100. 1.113 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 111.3. അതാണ് ആൻസർ. 111.3% എന്നാണ് പറയുക. പക്ഷേ സിമ്പിൾ ഇടരുത്. ആൻസറിൽ ഒരിക്കലും സിമ്പിൾ നിങ്ങൾ എഴുതാൻ പാടില്ല. അപ്പോൾ എന്താ അർത്ഥം? 1960 പ്രൈസ് നമ്മൾ ബേസാക്കി എടുത്ത് നമ്മൾ പറയുമ്പോൾ 1965 ഈ പറഞ്ഞ ABCDE എന്ന് പറയുന്ന ഈ 5 കമ്മോഡിറ്റിൻ്റെ പ്രൈസിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസം വർധനവ് വന്നിട്ടുണ്ട്? 11.3% വർധനവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഓക്കെ. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ പ്രൈസാണ് നമ്മൾ വേരിയബിളാക്കി എടുത്തത്. ആ പ്രൈസ് 2 വർഷത്തെ പ്രൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ പ്രൈസ് നമ്മൾ റിലേഷൻഷിപ്പ് എന്താണ്, ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 111.3 എന്ന് കിട്ടിയ ആൻസർ. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1960 ABCD ഈ 5 കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. 1965 അതേ കമ്മോഡിറ്റീസിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് 1960 ബേസ് ഇയർ ആക്കി എടുത്ത് നമ്മൾ നോക്കുമ്പോൾ 1965 ഈ പറഞ്ഞ 5 കമ്മോഡിറ്റീസിൻ്റെയും വിലയിൽ 11.3% വർധനവ് വന്നിട്ടുണ്ട്. കാരണം ബേസ് ഇയർ എപ്പോഴും നമ്മൾ 100 ആയിട്ടാണ് എടുക്കേണ്ടത്, കാരണം പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ 1960 എന്ന് പറയുന്നത് ബേസ് ഇയർ ആണ്, 100 ആക്കിയാണ് എടുക്കുക. നമുക്ക് കിട്ടിയ ആൻസർ 111.3 ആണ്. അപ്പോൾ 111.3 100 തമ്മിലുള്ള വ്യത്യാസമാണ് 11.3 എന്ന് പറയുന്നത്. അപ്പോൾ വർധനവാണ്, പ്രൈസിൽ വർധനവാണ് വന്നിട്ടുള്ളത്. ഓക്കെ സ്റ്റുഡൻറ്റ്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്, സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. അതാണ് രണ്ടാമത്തെ മെത്തേഡ്, സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. അപ്പോൾ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും, അതിന് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം, ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കും. വെൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് എ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് റിലേറ്റീവ്സ് ആർ ടു ബി ഒബ്റ്റൈൻഡ് ഫോർ വേരിയസ് ഐറ്റംസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൈസ് റിലേറ്റീവ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. when this method is used to construct a price index, first of all price relatives are to be obtained for various items. അപ്പോൾ നമുക്ക് കുറേ കമ്മോഡിറ്റീസ് തരും, ABCD എന്നിട്ട് കുറേ ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് തരും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഐറ്റംസ് തരും. ആ തന്നിരിക്കുന്ന കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ പ്രൈസ് റിലേറ്റീവ്സ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൈസ് റിലേറ്റീവ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ദെൻ ആവറേജ് ഓഫ് ദീസ് റിലേറ്റീവ്സ് ആർ ടു ബി ഒബ്റ്റൈൻഡ്. അതിനുശേഷം ഈ പ്രൈസ് റിലേറ്റീവ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് റിലേറ്റീവ്സിൻ്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ആർ ടു ബി ഒബ്റ്റൈൻഡ് by using the following formula. അതിനു വേണ്ടി നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്യുന്ന, എന്താ ഫോർമുല, P01 is equal to sigma P1 by P0 into 100 divided by n എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. P01 ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ബ്രാക്കറ്റിലാണ് P1 by P0 into 100. സിഗ്മ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ P1 by P0 into 100, അത് ബ്രാക്കറ്റിലാണ്, ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ n ആണ്. n ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ, കാരണം ആവറേജ് എടുക്കണം നമ്മൾ പറഞ്ഞു. അപ്പോൾ വേർ n ഈസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് ഐറ്റംസ് അറിയാലോ, n ഈസ് ഈക്വൽ നമ്പർ ഓഫ് ഐറ്റംസ്. P1 by P0 into 100 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് റിലേറ്റീവ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഐറ്റത്തിൻ്റെ പ്രൈസ് റിലേറ്റീവ്സ് ആദ്യം നമുക്ക് ഒബ്റ്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ പ്രൈസ് റിലേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ P1 by P0 into 100 എടുക്കുന്നത്. ആ പ്രൈസ് റിലേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ആവറേജ് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസ് റിലേറ്റീവ്സ് നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. അതാണ് നമ്മൾ ഫോർമുല എഴുതിയത്, P01 is equal to sigma P1 by P0 into 100 divided by n, where n is equal to number of items അല്ലെങ്കിൽ number of observation, then P1 by P0 into 100 എന്ന് പറഞ്ഞാൽ പ്രൈസ് റിലേറ്റീവ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം പ്രൈസ് റിലേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പ്രൈസ് റിലേറ്റീവ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് നമ്പർ കിട്ടി. ഏത് മെത്തേഡ് പ്രകാരം, സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് പ്രകാരമുള്ള ഇൻഡെക്സ് നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ സ്റ്റുഡൻസ്, ഫോർമുല 2 മെത്തേഡിലുള്ള ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാല്ല ഇതില്ല. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദി ഫോളോയിങ് കൺസ്ട്രക്ട് ഇൻഡെക്സ് ഫോർ 1990 using 1989 as base by average of relative method by using arithmetic mean. അപ്പോൾ 1990 taking 1989 ആസ് ബേസ്, 2 വർഷം 1989 ഉണ്ട്, 1990 ഉണ്ട്, 89 ആണ് ബേസ് ഇയർ അറിയാലോ. 1990 കറണ്ട് ഇയർ ആണ്. നമുക്ക് തന്ന ഇൻഫർമേഷൻസ് വായിക്കാം. 3 ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. കമ്മോഡിറ്റീസ് ഉണ്ട്, പ്രൈസ് ഇൻ 1989 ഉണ്ട്, പ്രൈസ് ഇൻ 1990 ഉണ്ട്. ഇത്രയും ഇൻഫർമേഷൻ തന്നതാണ്. ABCD ഈ 5 കമ്മോഡിറ്റീസ് ഉണ്ട്. പ്രൈസ് ഇൻ 1989, പ്രൈസ് ഇൻ 1918 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബേസ് ഇയർ പ്രൈസ് ആണ്. അതിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, P0 ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ P0 എന്ന് എഴുതുക. പ്രൈസ് ഇൻ 1990 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ആണ്, എങ്ങനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യും, P1 എന്ന് എഴുതുക. അപ്പോൾ ബ്രാക്കറ്റിൽ P1 എന്ന് എഴുതുക. എൻ്റെ പ്രൈസ് 50-70, ബിൻ്റെ 40-60, സിൻ്റെ 80-90, ഡിൻ്റെ 110-120, ഇൻ്റെ 20-20. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, കൺസ്ട്രക്ട് പ്രൈസ് ഇൻഡെക്സ്
ഏത് മെത്തേഡ് പ്രകാരം ആവറേജ് ഓഫ് റിലേറ്റീവ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് ആണ് യൂസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് റിലേറ്റീവ്സ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു കോളം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഫോർമുല എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ ഫോർമുല എഴുതി. നമ്മൾ എന്താണ് ഫോർമുല? പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ P1/P0 × 100 ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. P1/P0 × 100 ആണ് പ്രൈസ് റിലേറ്റീവ്സ്. അപ്പോൾ P1 എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് എൻ്റെ പ്രൈസ് റിലേറ്റീവ്സ് കണ്ടുപിടിക്കുക. P1 എന്ന് പറഞ്ഞാൽ 70 ആണ്, P0 എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 70/50 × 100 = 140 എന്ന് കിട്ടും. ദെൻ ബീൻ്റെ പ്രൈസ് റിലേറ്റീവ്സ് കണ്ടുപിടിക്കുക. 60/40 × 100 150 എന്ന് കിട്ടും. സീൻ്റെ കണ്ടുപിടിക്കുക. 90/80 × 100 = 112.5 എന്ന് കിട്ടും. പിന്നെ 120/110 × 100 109.09 എന്ന് കിട്ടും. പിന്നെ 20/20 × 100 എന്ന് പറഞ്ഞാൽ 100 എന്ന് കിട്ടും. അപ്പോൾ 5 ഐറ്റത്തിൻ്റെയും പ്രൈസ് റിലേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ ടോട്ടൽ സിഗ്മ P1/P0 × 100 അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 611.59 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക അല്ലേ. അപ്പോൾ സിഗ്മ P1/P0 × 100 നമുക്ക് ആൻസർ കിട്ടി 611.5. ഇനി നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ഫോർമുല? P01 = ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. രണ്ടാമത്തെ മെത്തേഡിൽ എന്താ ഫോർമുല എഴുതി? സിഗ്മ P1/P0 × 100 /n എന്നാണ് ഫോർമുല. അപ്പോൾ സിഗ്മ P1/P0 × 100 ഇപ്പോൾ നമുക്ക് കിട്ടി 611.59 /n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? എത്ര ഐറ്റം ഉണ്ട്? 3 ഉണ്ട്, 5 ഐറ്റം ഉണ്ട്, 5. അപ്പോൾ /5 = 122.318 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് = 122.318% എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ആൻസറിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇടാൻ പാടില്ല. അത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിൽ വേണം, ഓർമ്മയിൽ വേണം. അപ്പോൾ ആൻസർ 122.318. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 2 മെത്തേഡ്. ഒന്ന് അഗ്രഗേറ്റീവ് മെത്തേഡും സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡും, രണ്ടാമത്തത് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. അപ്പോൾ സെഷൻ നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് എഴുതിയെടുക്കുക, വായിച്ച് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാമെന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നോട്ട്സ് ഭംഗിയായിട്ട് എഴുതിയെടുക്കുക, വൃത്തിയാക്കി എഴുതുക. അത് വായിച്ച് നോക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് അടുത്ത 2 മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.